UAE-ക്കകത്ത് നോക്കുമ്പോൾ ഒരുപാട് താഴേക്കടയിലുള്ള ആളുകളുണ്ട്. ദുബായിയുടെ ഒരു സൗന്ദര്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലുള്ള ആളുകളാണ് നമുക്ക് പറയാം. അവരുടെ ഇടയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ദുബായ് എന്ന് പറയുന്ന വലിയൊരു സംഗീതകാരൻ, അദ്ദേഹത്തിന്റെ സംഗീതം ഇതുപോലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ് UAX ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ കോണ്ടൂർ ലേബർ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ വീണ്ടും പാടാം. NTV ആയിട്ട് ചേർന്നിട്ട് UAX നടത്തിയിരിക്കുന്ന ഉംബായിയുടെ ഏറ്റവും നല്ല പാട്ടുകളുടെ ഒരു സമാഹാരം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ നേരിട്ട് അദ്ദേഹത്തോട് സംവദിക്കാൻ സാധിച്ചു. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. ഇരുളിലൊരേകാന്ത വീഥിയിലെന്തിനു ഇതുവരെ നിന്നെ ഞാൻ കാത്തിരുന്നു, ഇനി നീ വരില്ലെന്നറിഞ്ഞിട്ടുമേകനായി വെറുതെ ഞാനാരെയോ കാത്തിരുന്നു. ഇരുളിലൊരേകാന്ത जो एक्सचेंज हमारा कंपनी में आके ऐसा किया तो हम तो फर्स्ट टाइम देखा, लेकिन हमको देखने में बहुत फायदा हुआ. આ પ્રોગ્રામ અમને સારો લાગ્યો છે. बहुत अच्छा वाला है. एक्सचेंज बैंक तो अच्छा है, इसका अपना कंपनी के हिसाब से सिस्टम सही है. നല്ല അഭിപ്രായമാണ്. UAX നമുക്ക് നല്ല സഹായങ്ങളാണ്. एक्सचेंज के बारे में सही है, हम लोगों को अच्छा सैलरी देता है, उधर जाएगा. जैसे हमारा सैलरी कम आया, हमारा कोई ID में पता कम है, ऐसा कोई लोचा हुआ है, फिर भी हमको उधर जाएंगे, हम कस्टमर केयर में जाएंगे. कस्टमर केयर वाला इतना अच्छा जवाब देता है कि न पूछो बात, कि जैसे हमको दूसरी बार जाना ही नहीं पड़ता. ये सेक्शन वाला हमारा कैंप में आता है, कैंप में आके हमको ऐसा बताता है कि हमको क्या प्रॉब्लम है, वो सब भी बताता है. इसीलिए हमको जब भी पैसा भेजना है हम ये सेक्शन में ही भरेगा. ക്യാമ്പുകളിൽ ഇങ്ങനെ നടത്തുന്ന നല്ല ബോധവൽക്കരണത്തിൽ നല്ല എൻജോയ്മെന്റ് നല്ലതാണ്. हमको ये सुविधा बहुत अच्छी लगी. ഈ പരിപാടി വിജയിച്ചതിന് കോണ്ടൂർ കൺസ്ട്രക്ഷൻ കമ്പനിയോട് ഏറ്റവും വലിയ നന്ദി പറയുകയും UAX നന്ദി പറയുകയും ചെയ്യും. റാദർ ദാൻ ബിസിനസ് നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റികളിലും ബന്ധപ്പെടുന്നുള്ളതിനുള്ള തെളിവാണ് ഇങ്ങനെയുള്ള പരിപാടി. ഇവിടെ കൂടിയത് മലയാളികൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഇതുപോലെ ഒത്തൊരുമ ഉണ്ടാക്കുക ജനങ്ങളിടയിൽ, അതുതന്നെയാണ് ഈ ഒരു പരിപാടി കൊണ്ട് നമുക്ക് സാധിച്ചത്.